എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു മോര് കാച്ചിയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ അതിനൊരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അത് അത്യാവശ്യം പുളിയുള്ള മീഡിയം സൈസ് പുളിയുള്ള തൈര് എടുക്കണം കേട്ടോ. ഞാൻ 1 കപ്പ് തൈരിൻ്റെ അളവാണ് കാണിക്കുന്നത്. 1 കപ്പ് തൈര് എടുത്തിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് പുളിയുള്ള തൈര് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈരാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എണ്ണ ചൂടായാൽ നോക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായി ഒന്ന് തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ. ചട്ടിയല്ല, അതുകൊണ്ട് വേഗം ചൂടാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽ മുളക്. പിന്നെ ഞാൻ 1 ഇഞ്ച് വലിപ്പത്തിലുള്ളൊരു ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഞാൻ തീ നല്ല ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരണം, ഒന്ന് ലൈറ്റായിട്ട് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ അതിവിടെ ലൈറ്റായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ട് തിളക്കരുത് കേട്ടോ, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യണേ. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്, തൈര് കാച്ചിയത്, മോര് കാച്ചിയത്. അപ്പോൾ ചോറിൻ്റെ കൂടെ അടിപൊളിയൊരു മോര് കാച്ചിയതോ ഒരു പപ്പടമോ കൊണ്ടാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഊണ് കുശാലാവും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.